ഹായ് ഫ്രണ്ട്സ്, മൈലക്കിൽ ആഗ്രഫമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോർജ്. ഞാൻ തോമസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ മലഞ്ചെരുവിലെ പ്ലാന്റേഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പം നമ്മളവിടെ പടുതാക്കുളം റെഡിയാക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ വേനലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം തൈയും കാര്യങ്ങളൊക്കെ നനയ്ക്കാനും ഒക്കെ നമുക്ക് വെള്ളം വേണമല്ലോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു കുളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ അവിടെ പോയി നമ്മൾ പർച്ചേസ് ചെയ്ത ടാർപോളിൻ പടുത ഒക്കെ ഇട്ട് ആ ഒരു കുളം റെഡിയാക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഇവിടെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ അതിൻ്റെ തളിരിലകളൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അത് കാഴ്ചയ്ക്കും നല്ല മനോഹരമാണ്. അതുപോലെ നല്ലൊരു തണുത്ത അന്തരീക്ഷവും ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് കയറാൻ ഇനി 4-wheel ഡ്രൈവ് എൻഗേജ് ചെയ്യണം. അപ്പോൾ 4-wheel ലോ തന്നെ എൻഗേജ് ചെയ്തു. കാരണം വണ്ടിയിൽ നല്ല വെയിറ്റും കാര്യങ്ങളുണ്ട്. അപ്പം ലോ തന്നെ ഇട്ട് കയറാമെന്ന് കരുതി. അല്ലെങ്കിൽ നല്ല സ്റ്റീപ്പാണ് സ്ഥലം. അപ്പം അതുകൊണ്ട് ലേബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം അത്രയും വെയിറ്റ് ഇരിക്കുമ്പോൾ ലോ ഡ്രൈവ് തന്നെ ആയിരിക്കും സേഫ്. അപ്പം നമുക്ക് ഒത്തിരി ബർഡൻ ഇല്ലാതെ തന്നെ സ്മൂത്തായിട്ട് മുകളിൽ കയറാൻ പറ്റും. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇല്ലിക്കൽ കല്ലെന്ന് പറഞ്ഞ സ്ഥലമാണ് കാണുന്നത്. നമ്മളങ്ങനെ തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ കുളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ഈ ഫെൻസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഫെൻസും കാര്യങ്ങളും ഇവിടെ ഈ കാട്ടുപന്നിയുടെയൊക്കെ നല്ല ശല്യം ഉള്ളതുകൊണ്ടാണ് ഫെൻസ് ചെയ്തത്. നമ്മൾ ഈ പടുത ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നി കയറി പടുത കുത്തി കയറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫെൻസും ചെയ്തത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ഗ്യാപ്പൊക്കെ ഉള്ള നമ്മൾ കല്ലൊക്കെ കിട്ടി അടയ്ക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം കുളത്തിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇറിഗേഷനാണ്. അപ്പം അതിനുമ്പോൾ ഇതിപ്പോൾ ഒരു 2 ദിവസം എടുക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറിഗേഷൻ ചെയ്യാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ നേരെ പടുത ഇടുവല്ല, ആദ്യം ഒന്ന് ഫൈനലായിട്ടുള്ള ഒരു നമ്മൾ ലെവലിംഗ് ചെയ്യുന്ന സൈഡൊക്കെയുള്ള ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ പടുത മെയിനായിട്ടുള്ള നമ്മൾ ടാർപോൾ പിടിക്കുന്നതിന് മുന്നേ
പഴയ ഫ്ലെക്സോ അല്ലെങ്കിൽ ചാക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഇട്ട് നമ്മൾ കുറച്ച് സേഫ് ആക്കും. എന്നിട്ടാണ് നമ്മൾ ബാക്കി ടാർപോളിൻ വിരിച്ച് വെള്ളം നിറയ്ക്കുന്നത്. അതൊക്കെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കാരണം കട്ടാൻ സാധ്യതയുണ്ടല്ലേ? ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മളിവിടെ ചെയ്യുന്നത് പടുത ഇടുന്നതിന് മുമ്പ് അതിന് പ്രയറായിട്ട് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ലെയർ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇടുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ പഴയ ഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ എഡ്ജസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതിൽ നിന്നൊക്കെ പടുതയ്ക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സൈഡ് കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടെ നമുക്ക് പാക്ക് ചെയ്ത് വാട്ടർ ലെവലൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിവേ നമുക്ക് അടുത്ത ഇറിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പ്ലാന്റേഷൻ പ്രോജക്റ്റിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.